നമ്മുടെ മാത്സിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജിയോമെട്രി. എന്നാലും ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പെർഫെക്റ്റ് ആക്കിയിട്ട് പഠിപ്പിച്ച് തരാം. നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണം, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആയിരിക്കും. ഡോണ്ട് വറി. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ വെക്റ്റർ ഓൾജിബ്രയിൽ ഡയറക്ഷൻ റേഷ്യൂസും ഡയറക്ഷൻ കൊസൈൻസും പഠിച്ചിട്ടുണ്ട്. അതേ ഡയറക്ഷൻ കൊസൈൻസ് തന്നെ വേറൊരു ഫോർമുല വെച്ചും കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. സോ നോക്കിക്കേ, ഒരു 3 ഡയമെൻഷണൽ സ്പേസ്, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ലൈനും ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ റെഡ് ആയിട്ട് മാർക്ക് ചെയ്ത ഇതാണ് നമ്മുടെ ലൈന്. ഈ ലൈന് നിങ്ങളുടെ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട്, ഇതാ നോക്കുക, എക്സ് ആക്സിസ് ഇങ്ങനെ വരുന്നുണ്ട്. പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിളും പോസിറ്റീവ് വൈ ആക്സ് ആയിട്ട് ബീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളും പോസിറ്റീവ് സെഡ് ആക്സിസ് ആയിട്ട് ഗാമ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു വിചാരിച്ചു. അതായത് ആൽഫ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് എക്സ് ആക്സിസ്, ബീറ്റ എന്ന് പറഞ്ഞാൽ ലൈൻ ആൻഡ് വൈ ആക്സിസ്, അത് രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ, ആൻഡ് ഗാമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെഡ് ആക്സിസിൻ്റെയും ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ. ഇത് മൂന്നുമാണ് തരുന്നതെങ്കിൽ നിങ്ങളുടെ ആ ലൈനിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ആ ആംഗിളുകളൊക്കെ കോസ് എടുത്താൽ മതി. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എൽ, എം, എൻ. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എന്തൊക്കെയാണ്? എൽ ഇസ് ഈക്വൾ ടു കോസ് ആൽഫ, എം ഇസ് ഈക്വൾ ടു കോസ് ബീറ്റ, എൻ ഇസ് ഈക്വൾ ടു കോസ് ഗാമ. ആൽഫ, ബീറ്റ, ഗാമ ആർ ദ ആംഗിൾസ് മെയ്ഡ് ബൈ ലൈൻ ആൻഡ് ആക്സസ്. അതായത് ആക്സിസുകളുമായിട്ട് നിങ്ങളുടെ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ. സിമ്പിളാണ്. ഇനി ഒരൊറ്റ ഒരു ഇക്വേഷനും കൂടി. ഈ 3 ഡയറക്ഷൻ കൊസൈൻസുകളുടെയും സ്ക്വയേഴ്സിൻ്റെ സം എടുത്താൽ, അതായത് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എടുത്താൽ കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പഠിച്ചു വെക്കുക. റെഡി? ഒരു ചോദ്യം ചെയ്തു. ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾ 90, 60, 30 വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ്, വൈ, സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എക്സും വൈയും സെഡും ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് യഥാക്രമം തന്നത്. അതായത് ആൽഫ എന്ന് പറയുന്നത് 90, വൈ ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ എന്ന് പറയുന്നത് 60 ആൻഡ് ഗാമ എന്ന് പറയുന്നത് 30. ഇനി എന്താ ചോദ്യം നോക്ക്. ഫൈൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ് കണ്ടെത്താൻ എന്ത് ഈസിയാടാ. എല്ലാം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? കോസ് ആൽഫ. നിങ്ങളുടെ ആൽഫ എന്താ നോക്ക്, 90. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് കോസ് 90. കോസ് 90യുടെ വാല്യൂ എത്ര? 0. രണ്ടാമത്തത് എം ഇസ് ഈക്വൾ ടു കോസ് ബീറ്റ. ഇവിടെ ബീറ്റ അതായത് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നത് എത്ര? 60. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഡയറക്ഷൻ കൊസൈൻസ് കോസ് 60. കോസ് 60ൻ്റെ വാല്യൂ എത്ര? 1/2. നമുക്കറിയാവുന്നതല്ലേ, കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്ക്. 0.5 എന്ന് കിട്ടും. 1/2 ആണെന്ന് മനസ്സിലാക്കുക. എൻ ഇസ് ഈക്വൾ ടു കോസ് ഗാമ. കോസ് ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് 30. കോസ് 30 എത്രയാടാ? √3/2. അപ്പോൾ അതാ നോക്ക്, നിങ്ങൾക്ക് 3 ഡയറക്ഷൻ കൊസൈൻസും കിട്ടി. എന്ത് സിമ്പിളല്ലേ? പെർഫെക്റ്റ്. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് ഒരു 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താം. വളരെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു. ഞാൻ ആദ്യം തന്നെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഒക്കെ ഇതാ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നോക്കിക്കോ, ഇതാണ് നിങ്ങൾക്ക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യേണ്ട ലൈന്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഈ ലൈനിൽ ഒരു ഗിവൺ പോയിന്റ്. ആ ലൈനിൽ ഒരു ഗിവൺ പോയിന്റ് ആണ് x1, y1, z1. ഏത് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യേണ്ട ഈ റെഡ് ലൈനിൽ ഒരു പോയിന്റ് ആണ് x1, y1, z1. അതിൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറൊരു വെക്ടറും കൺസിഡർ ചെയ്യാം. ആ പാരലൽ വെക്ടറിന് നമ്മൾ പേര് കൊടുത്തത് ബി എന്ന. അപ്പോൾ വെക്ടർ ബി അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് AI പ്ലസ് BJ പ്ലസ് CK. ഈ ലെറ്റേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, കാരണം അത് വെച്ചിട്ടാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി ഉള്ളത്. അപ്പോൾ നോക്ക്, ഒരു ലൈന് വേണം. ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടെത്തണമെങ്കിൽ ആ ലൈനിൽ ഒരു ഗിവൺ പോയിന്റ് x1, y1, z1 അതിൻ്റെ കോർഡിനേറ്റ് അതിന് പാരലൽ ആയുള്ള ഒരു ബി വെക്ടർ AI പ്ലസ് BJ പ്ലസ് CKയും തന്നിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഈ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മുടെ 3 ഡയമെൻഷണൽ സ്പേസിൽ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിന് അതിൻ്റെ പൊസിഷൻ വെക്ടർ ഫോമിൽ എങ്ങനെയാണ് നമ്മൾ എഴുതാന്ന് അറിയാം. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനുമായിട്ട് നിങ്ങളുടെ ഈ ലൈൻ കണക്ട് ചെയ്യുന്ന ആ പോയിന്റ് കണക്ട് ചെയ്യുന്ന ഈ ലൈൻ ഒറിജിനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ലൈൻ, അതിൻ്റെ വെക്ടർ ഫോം അതെങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? ഒന്നുമില്ല, x1, y1, z1 ആണ് പോയിന്റ് എങ്കിൽ x1i പ്ലസ് y1j പ്ലസ് z1k. ഇതാണ് നിങ്ങളുടെ A എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ. ഓക്കെ ആണേ, അതും കിട്ടി. ഇനി ഞാൻ ഈ ലൈനിൽ ജനറലായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലൊക്കെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ ഒരു എക്സും വൈയും കൊടുക്കാറുണ്ട്, ഒരു ജനറൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ XYZ എന്ന് പറയുന്നത് ലൈനിൽ ഒരു ജനറൽ പോയിന്റ് ആയിട്ടും കൊടുക്കുക. അത് നിങ്ങളൊന്നും ചെയ്യണ്ട, XYZ എന്ന് പറഞ്ഞ് എടുത്താൽ മതി. ആൻഡ് അതൊരു പൊസിഷൻ വെക്ടർ, ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിന് നിങ്ങൾ R എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുക.
ലൈനിലുള്ള ഏതെങ്കിലും ഒരു ജനറൽ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ r. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടെത്താം. എന്തൊക്കെയാണ്? ലൈനിൽ ഒരു ഗിവൺ പോയിന്റ് x1 y1 z1, ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ നമ്മൾ a എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ a ഈക്വൽ ടു x1 i ക്യാപ് പ്ലസ് y1 j ക്യാപ് പ്ലസ് z1 k ക്യാപ്. ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ ഉണ്ട്, അത് b എന്ന് റെപ്രസെന്റ് ചെയ്യുക ai പ്ലസ് ബി ജെ പ്ലസ് സി കെ. അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിച്ചു, ഈ ലൈനിന്റെ ഇക്വേഷൻ കാണാനുള്ള വെക്റ്റർ ഫോമും ഉണ്ട്, കാർട്ടീഷ്യൻ ഫോമും ഉണ്ട്. വെക്റ്റർ ഫോം നമ്മൾ എഴുതുക r ഈസ് ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി. എങ്ങനെയാണ്? r ഈസ് ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി. r എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ വെക്റ്റർ, അത് നിങ്ങൾ r എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി, ഒന്നും കൊടുക്കണ്ട. a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ നിങ്ങളുടെ ലൈനിലെ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ, ഗിവൺ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ, അത് ഞാൻ റെപ്രസെന്റ് ചെയ്തത് x1 i ക്യാപ് പ്ലസ് y1 j ക്യാപ് പ്ലസ് z1 k ക്യാപ് എന്ന്, അത് അങ്ങനെയും കൊടുക്കുക. പ്ലസ് ലാംഡ അങ്ങനെ കൊടുക്കുക. ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ എന്താ? പാരലൽ വെക്റ്റർ, ലൈനിന് പാരലൽ ആയുള്ള വെക്റ്റർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. അതാ നോക്ക്, എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ വെക്റ്റർ ഫോം എന്ന് പറയുക. സിമ്പിൾ അല്ലേ? r ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എ എന്ന് പറഞ്ഞാൽ ലൈനിലുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ, ബി എന്ന് പറഞ്ഞാൽ ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറൊരു വെക്റ്റർ. ആ രണ്ടും നിങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ ഇക്വേഷൻ കിട്ടി. ഇനി കാർട്ടീഷ്യൻ ഫോം. കാർട്ടീഷ്യൻ ഫോം എങ്ങനെയാണ് നമ്മൾ എഴുതാന്നറിയോ? x മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി ഈക്വൽ ടു ലാംഡ. എന്താ ഈ x1 y1 z1 എന്ന് പറഞ്ഞാൽ? എടാ x1 ഉം y1 ഉം z1 ഉം ആ ലൈനിലുള്ള ഗിവൺ പോയിന്റ്സാ. ഓക്കെ, ഇനി ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ് തരുന്നതെങ്കിലും നമുക്ക് x1 ഉം y1 ഉം z1 ഉം കണ്ടെത്താം. അപ്പൊ x മൈനസ് ആ പോയിന്റ്, y മൈനസ് പോയിന്റ്, z മൈനസ് പോയിന്റ് ബൈ എ ബി സി എന്ന് പറയുന്നത് എന്താ? പാരലൽ വെക്ടേഴ്സിന്റെ ഡയറക്ഷൻ റേഷ്യൂസാ. അതായത് എ ഐ ബി ജെ സി കെ ആണെങ്കിൽ ഐയുടെയും ജെയുടെയും കെയുടെയും മുമ്പിലുള്ള ആൾക്കാരാണ് എ ബി സി. ആ എ ബി സി ആണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്ത് ഈസിയാ നോക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർട്ടീഷ്യൻ ഫോമും കിട്ടി. വെക്റ്റർ ഫോം r ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി, കാർട്ടീഷ്യൻ ഫോം x മൈനസ് x1 ബൈ എ, y മൈനസ് y1 ബൈ ബി, z മൈനസ് z1 ബൈ സി ഈക്വൽ ടു ലാംഡ. x1 y1 z1 ലൈനിലെ പോയിന്റ് ആണ് എ ബി സി എന്ന് പറഞ്ഞത്. പാരലൽ വെക്ടറിന്റെ ഐയുടെയും ജെയുടെയും കെയുടെയും മുമ്പിലുള്ള സ്കെലാർ കമ്പോണൻസ് ആണ്. ക്ലിയർ? അങ്ങനെയാണ് ചോദ്യം നിൽക്കുക. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 1 മൈനസ് 1 3 ആൻഡ് പാരലൽ ടു 2i പ്ലസ് 3j പ്ലസ് 4k. എടാ വളരെ സിമ്പിളാ. ഒരു ലൈൻ ഉണ്ട്, ഈ ലൈന് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് 1 മൈനസ് 1 3 എന്ന് പറയുന്നത്. ഈ ലൈന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ തന്നിട്ടുണ്ട്. പാരലൽ വെക്റ്ററിനെ നമ്മൾ എപ്പോഴും ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ 2i പ്ലസ് 3j പ്ലസ് 4k തന്നിട്ടുണ്ട്. ലൈനിൽ ഒരു പോയിന്റ് തന്നാൽ ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആ പോയിന്റിൻ്റെതാണ് പൊസിഷൻ വെക്റ്റർ ഓഫ് പോയിന്റ്. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് എ വെച്ചിട്ട്. അപ്പൊ എ എങ്ങനെ? ഇത് നമ്മൾ 1 അല്ലേ, അപ്പൊ 1 ഇൻറ്റു ഐ ക്യാപ്. മൈനസ് 1 അല്ലേ, അപ്പൊ മൈനസ് 1 ഇൻറ്റു ജെ, മൈനസ് ജെ. 3 അല്ലേ, അപ്പൊ 3 ഇൻറ്റു കെ, 3k. എ യു ഐ ബി യു ഐ. ഇനി ആദ്യം നിങ്ങൾക്ക് വേണ്ടത് വെക്റ്റർ ഫോം. എന്ത് ഈസിയാ നോക്കിക്കോ. വെക്റ്റർ ഫോം നിങ്ങൾ എഴുതുക ഇങ്ങനെയാ. r ഈസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എടാ ആറിന് നിങ്ങളൊന്നും ചെയ്യണ്ട. എ എന്ന് പറഞ്ഞാൽ എന്താ? ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ. അതാ ഐ മൈനസ് ജെ പ്ലസ് 3k എഴുതി. പ്ലസ് ലാംഡ ഇൻറ്റു വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ 2 3 4 അല്ലേ, അപ്പൊ 2i പ്ലസ് 3j പ്ലസ് 4k, 2i പ്ലസ് 3j പ്ലസ് 4k. അപ്പൊ അതും കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ വെക്റ്റർ ഫോം ഓക്കെ ആണെങ്കിൽ ഇനി കാർട്ടീഷ്യൻ ഫോം എങ്ങനെ എഴുതുക? കാർട്ടീഷ്യൻ ഫോം നിങ്ങൾ പഠിച്ചു. കാർട്ടീഷ്യൻ ഫോം x മൈനസ് x1 ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു z മൈനസ് z1 ബൈ സി ഈക്വൽ ടു ലാംഡ എന്നിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സിമ്പിൾ. ശ്രദ്ധിച്ചോ, ഇതാ നോക്കണേ, ഇത് x1 y1 z1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ x മൈനസ് x1 എന്താ? 1 ബൈ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. y മൈനസ് y1 മൈനസ് 1 അപ്പൊ ഇവിടെ മൈനസ് 1 വരും. z മൈനസ് z1 എന്താ നോക്ക്? 3. അപ്പൊ z മൈനസ് 3 ബൈ ബൈ എ ബി സി ആ കൊടുക്കുക. ആ എ ബി സി ആണ് ഇത് 2 3 4. അതായത് പാരലൽ വെക്ടേഴ്സിന്റെ സ്കേലാർ കമ്പോണന്റ്. അപ്പൊ അതാ നോക്ക് എന്ത് കിട്ടി? കാർട്ടീഷ്യൻ ഇക്വേഷനും കിട്ടി. എന്ത് ഈസിയാ നോക്ക്. അപ്പൊ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നാൽ 2 3 4 ബി വെക്ടർ എഴുതാം. 1 മൈനസ് 1 3 അത് വെച്ചിട്ട് എന്ത് ചെയ്താം? എ വെക്ടർ എഴുതാം. ഈസിയാണേ. ഇനി നോക്കിക്കോ. കൺവേർട്ട് x മൈനസ് 3 ബൈ 2 y പ്ലസ് 2 ബൈ മൈനസ് 4 ഈക്വൽ ടു z ബൈ 4 ഇൻറ്റു വെക്ടർ ഫോം.
ഇതിനെ വെക്റ്റർ ഫോമിലേക്ക് എഴുതണം. എടാ വെക്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉണ്ടല്ലോ R is equal to A plus lambda B. അപ്പോൾ ഇവിടെ തന്നത് കാർട്ടീഷ്യൻ ഫോമാണ്. ഈ കാർട്ടീഷ്യൻ ഫോമിനെ വെക്റ്റർ ഫോമിലേക്ക് എഴുതണം. അപ്പോൾ എയും വേണം ബിയും വേണം. ഞാൻ ഇതിനൊന്നുകൂടി ഒന്ന് നല്ലതുപോലെ എഴുതിയാലേ x-3/2. ഓക്കെ, ഇത് പ്രശ്നമല്ല. നമ്മൾ y-y1 എന്നാണ് പഠിച്ചത്, പക്ഷെ ഇവിടെ പ്ലസ് അല്ലേ, അപ്പം നിങ്ങൾ y -2 എന്ന് കൊടുത്താൽ മതി. മൈനസും പ്ലസ് ആവും ബൈ -4 വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചത് z-z1/c എന്നാ. ഇവിടെ z-z1 എന്ന് പറഞ്ഞിടാനില്ലല്ലോ, നിങ്ങൾ 0 എന്ന് കൊടുത്താൽ മതി, z-0/4. ഇനി എന്ത് ഈസിയാന്ന് നോക്കി കേട്ടോ. എ വെക്റ്റർ എഴുതുക, മൈനസിന് ശേഷമുള്ളത്, അതായത് ഈ 3, ഈ -2 ആൻഡ് ഈ 0 ഇത് ചേർത്തിട്ട് എ വെക്റ്റർ എഴുതുക. നോക്കിക്കേ, 3i ക്യാപ് -2j ക്യാപ് 0 ആയതുകൊണ്ട് നമുക്ക് +0k ക്യാപ് എന്ന് കൊടുക്കാം. പാരലൽ വെക്റ്റർ എങ്ങനെ എഴുതുക? 2 -4 4 ഡിനോമിനേറ്ററിലുള്ളത് എ ബി സി, അത് പാരലൽ വെക്റ്ററിന്റെ കമ്പോണൻസാ. അപ്പോൾ ഇവിടുന്ന് ബി എഴുതാം. ബി ഈസ് ഈക്വൽ ടു 2i മൈനസ് ആയതുകൊണ്ട് -4j +4 ആയതുകൊണ്ട് +4k. കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വെക്റ്റർ ഫോം എഴുതിക്കുക. R is equal to A എന്ന് പറഞ്ഞാൽ 3i - 2j, 0 ഉള്ളത് ഇട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2i - 4j + 4k. കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. സിമ്പിൾ. ഓക്കെ ആണ്, ഈസിയാണ്. ഇനി അടുത്തത് ഒരു വെക്റ്റർ ഫോമോ കാർട്ടീഷ്യൻ ഫോമോ എന്ത് വേണമെങ്കിലും തന്നോട്ടെ, 2 ലൈന് തന്നിട്ട് ഈ 2 ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടെത്താനുള്ള വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? സിമ്പിളാണ്. നിങ്ങൾക്ക് ആ 2 ലൈൻ്റെയും ഇക്വേഷൻ തന്നു എന്ന് വിചാരിച്ചോ, വെക്റ്റർ ഫോം ആവട്ടെ കാർട്ടീഷ്യൻ ഫോം ആവട്ടെ, നമുക്ക് ആകെ വേണ്ടത് b1 ഉം b2 ആണ്. ഓക്കേടാ, നമ്മൾ ഒരു ലൈൻ്റെ ഇക്വേഷൻ R is equal to A1 + lambda b1 എന്ന് എടുത്തു എന്ന് വിചാരിച്ചോ. രണ്ടാമത്തതിൻ്റെ A2 + mu b2 എന്ന് എടുത്തു. mu എന്ന് പറഞ്ഞാൽ വേറൊരു കോൺസ്റ്റൻറ്റ്. എ വെക്റ്ററും ഉണ്ട് ബി വെക്റ്ററും ഉണ്ട്, എ വെക്റ്ററും ഉണ്ട് ബി വെക്റ്ററും ഉണ്ട്. രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് A1 A2 B1 B2 എന്നൊക്കെ കൊടുത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 വെക്റ്ററിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ cos θ is equal to മോഡുലസ് ആണ് ഇത്, മോഡുലസ് ഓഫ് b1.b2 by മാഗ്നിറ്റ്യൂഡ് b1 മാഗ്നിറ്റ്യൂഡ് b2. അപ്പോൾ 2 ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? 2 ലൈൻ്റെ വെക്റ്റർ ഫോം തരാം, കാർട്ടീഷ്യൻ ഫോം തരാം. ഇനിയിപ്പോൾ കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നതെങ്കിലും ഇക്വേഷൻ സെയിമാ. അവിടുന്ന് b1 ഉം b2 നിങ്ങൾ എഴുതിയാൽ മതി, കണ്ടെത്തിയാൽ മതി. ഈസി അല്ലേ? b1.b2 by മാഗ്നിറ്റ്യൂഡ് b1 മാഗ്നിറ്റ്യൂഡ് b2. ഈസി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ചോദ്യം നോക്കും. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ഈ 2 ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ, നമുക്ക് ആംഗിൾ കാണാൻ ആകെ വേണ്ടത് എന്താ? b1 ഉം b2, അത് മതി. അപ്പോൾ നിങ്ങൾ ഇത് ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെന്നും ഇത് രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷൻ ആണെന്നും വിചാരിച്ച് ഇവിടുന്ന് b1 ഉം b2 പറ. ഇവിടെ എന്ത് സിമ്പിളാണ് നോക്കി. b1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെക്റ്ററിൻ്റെ പാരലൽ വെക്റ്റർ നമ്മൾ എങ്ങനെ എഴുതണം എന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഡിനോമിനേറ്ററിലുള്ളത് എടുത്തു വെച്ചാൽ മതി, അതായത് 2i + 5j - 3k. അപ്പോൾ b1 കിട്ടി, ബി വെക്റ്ററായി. ഇവിടുന്ന് നിങ്ങൾക്ക് രണ്ടാമത്തെ വെക്റ്ററിൻ്റെ ബി വെക്റ്റർ എഴുതാം, പാരലൽ വെക്റ്റർ ആ ലൈനുള്ള. ഇതാ നോക്ക്, -1 അപ്പം -i + 8j + 4k, b1 ആയി b2 ആയി. നിങ്ങൾക്ക് ആംഗിൾ കണ്ടെത്താൻ വേണ്ട ഒരേ ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ. cos θ is equal to b1.b2 divided by magnitude of b1 into magnitude of b2. ഇതിനെന്ത് ചെയ്താൽ മതി? നിങ്ങളൊരു മോഡുലസ് കൊടുത്താൽ മതി. അതായത് നെഗറ്റീവ് എടുക്കാറില്ല നമ്മൾ. ആൻസർ എന്തായാലും cos θ വാല്യൂ പോസിറ്റീവായിട്ടേ കൺസിഡർ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മോഡുലസ് കൊടുക്കുന്നത്. ഓക്കെ, ആദ്യം b1.b2 അങ്ങ് ഫൈൻഡ് ചെയ്തു. b1.b2 ഡോട്ട് പ്രോഡക്റ്റ് അറിയാലോ, സിമ്പിളാണ്. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടെത്താൻ അറിയാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ചോണോ നല്ലോണം. അതിൻ്റെ മുമ്പിൽ 2, ഇവിടെ -1, അപ്പോൾ 2 × -1 പ്ലസ് ഇവിടെ ജെൻ്റെ മുമ്പ് 5, ഇവിടെ 8, അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 8, ഇവിടെ ഐയും ജെയും ഒക്കെ ഇടണോ? വേണ്ട. പ്ലസ് എല്ലാം ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതാ 2 × -1 പ്ലസ് 5 × 8 പ്ലസ് കെൻ്റെ മുമ്പിൽ -3, ഇവിടെ 4, അപ്പോൾ അതും കൂടി മൾട്ടിപ്ലൈ, -3 × 4. അപ്പോൾ ആൻസർ വരിക -2 പ്ലസ് 5 × 40, പിന്നെ ഇവിടെ -12 വരും അല്ലേ? ശരിയല്ലേ? പ്ലസ് -12. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആൻസർ കിട്ടുക 38 - 12 ആൻഡ് ആൻസർ വിൽ ബി 26. ചെയ്ത് നോക്കൂല്ലേ? -2 + 40 38, 38 - 12 26. ഈസി. ഇനി 2 കാര്യങ്ങൾ വേണ്ടത്. b1ൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക? അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചോ. സ്ക്വയർ റൂട്ട് ഇടുക. അതിൻ്റെ ഉള്ളിൽ ഇതിവിടെയുള്ള നമ്പർ 2, 5 - 3 ഇല്ലേ, അത് 3ൻ്റെ സ്ക്വയർ എടുക്കുക, അത് ആഡ് ചെയ്യുക. അപ്പോൾ 2² + 5² + -3²
2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ അതാ നമുക്ക് ആൻസർ കിട്ടി ഇങ്ങനെയായിരിക്കും 4 + 5ൻ്റെ സ്ക്വയർ 25 ആൻഡ് -3യുടെ സ്ക്വയർ 9. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ 29 + 9 38. അപ്പോൾ 38ൻ്റെ റൂട്ട് എന്ന് കിട്ടും. ഈസിയാണേ. അങ്ങനെയാണ് B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും കണ്ടെത്തുക? B2 അത് എഴുതുമ്പോൾ സ്കേലാർ കമ്പോണൻസ് നോക്ക് -1 8 4. അപ്പോൾ അതാ -1ൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64, 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക എന്നറിയോ? 64 + 16 80 കിട്ടും. 80 + 1 81. അപ്പോൾ 81ൻ്റെ റൂട്ട് നമുക്ക് അറിയാവുന്നതും 9. ഓക്കെ, പ്രശ്നമല്ല. സോ നമ്മൾ ആൻസർ എഴുതുമ്പോൾ cos θ = B1.B2 എത്ര കിട്ടിയത്? 26 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B1 എത്രയാ? √38. മാഗ്നിറ്റ്യൂഡ് B2 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ ആവില്ല. ഇത് 26ൽ 3 പോകില്ലല്ലോ. സോ ഇത്ര മതി. θ = ഈ കോസ് ഇങ്ങോട്ട് പോയാൽ cos ഇൻവേഴ്സ് 26/9 √38. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഇത്ര മതി, പെർഫെക്റ്റ് ആൻസർ. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് B1ഉം B2ഉം മാത്രം മതി. അത് കിട്ടണമെങ്കിൽ അതിപ്പോൾ വെക്റ്റർ ഫോം ആണെങ്കിലും കാർട്ടീഷ്യൻ ഫോം ആണെങ്കിലും അത് കണ്ടെത്താൻ നമുക്കൊരു പണിയില്ല. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ ഫോം തന്നിട്ട് B1ഉം B2ഉം വെച്ചിട്ടുള്ള ഒരു ചോദ്യം ചെയ്തു. ഇനി നമ്മൾ വെക്റ്റർ ഫോം ഉള്ളത് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്നിടത്ത് നമുക്ക് വെക്റ്റർ ഫോം വെച്ചും ചെയ്യാം. ഓക്കെ, എന്നതാ ഷോർട്ടസ്റ്റ് ഫോം കാണാനുള്ള ഇക്വേഷൻ നോക്കിക്കോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, ഷോർട്ടസ്റ്റ് ഫോം അല്ല. നോക്കും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ലൈൻ്റെ ഇക്വേഷൻ, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. ഇത് മാത്രമേ ഇതിൽ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രോബ്ലം കൂടി ചെയ്താൽ മതി. നോക്കും, 2 സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ പാരലലും ആയിരിക്കില്ല, ഇന്റർസെക്റ്റ് ചെയ്യയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും 3 ഡയമെൻഷണൽ സ്പേസ് കൂടി പോകും, കൂട്ടിമുട്ടയില്ല, ഒരിക്കലും പാരലലും ആവില്ല. അങ്ങനത്തെ 2 ലൈൻ ഉണ്ട്. ഒന്നിൻ്റെ ഇക്വേഷൻ R = A1 + λB1 നേരത്തെ എടുത്തതുപോലെ തന്നെ. രണ്ടാമത്തതിൻ്റെത് R = A2 + μB2 എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് 2 ലൈനിൻ്റെ ഇടയിലുള്ള ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് നമ്മളിതാ എഴുതുക. നോക്ക്, D എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. D = വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. A2 - A1 dot B1 × B2 by magnitude of B1 × B2. എന്താണ്? A2 - A1 dot B1 × B2 by magnitude of B1 × B2. ഇത് ഡോട്ട് പ്രൊഡക്റ്റാ. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ മേ ബി ചിലപ്പോൾ നെഗറ്റീവ് ആൻസർ കിട്ടിയേക്കാം. അഥവാ നെഗറ്റീവ് വന്നാൽ നിങ്ങളത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡുലസ് എടുക്കുക. അതെന്തിനാ പോസിറ്റീവ് ആക്കുന്നത്? ഡിസ്റ്റൻസ് അല്ലേ. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതുകൊണ്ട് ഒരു മോഡുലസ് കൂടി നിങ്ങൾ എടുത്താൽ മതി. ഒന്നുകൂടി ഇക്വേഷൻ പറഞ്ഞേ. D = A2 - A1 dot B1 × B2 by magnitude of B1 × B2. സെറ്റ്. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ എന്തൊക്കെ വേണ്ടി വരും? A1ഉം A2ഉം വേണം, B1ഉം B2ഉം വേണം. അപ്പോൾ അതിൻ്റെ ഒക്കെ കുറേ ഓപ്പറേഷൻസ് ചെയ്യാനുണ്ട്. ചോദ്യം നോക്കാം നമുക്ക് ആദ്യം. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാം. നോക്ക്, R = രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷനും. ഇത് ഏത് ഫോമിലാ തന്നത്? വെക്റ്റർ ഫോമിലല്ലേ ഇവിടെ ഇക്വേഷൻസ് തന്നത്. നോക്ക് നിങ്ങൾ, വെക്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? R = A + λB. A + λB എന്ന് പറയുന്ന വെക്റ്റർ ഫോമിലാണ് ഇക്വേഷൻ തന്നത്. അപ്പോൾ ആദ്യത്തെ ലൈൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് A1 എഴുതിക്കൂടെ? A1 എഴുതാം. ഇതല്ലേ A1 ആയിട്ട് വരിക, λB എന്നാ. അപ്പോൾ ഇതല്ലേ B1 ആയിട്ട് വരിക. ഇത് A2 അല്ലേ, μB2. അപ്പോൾ ഇതല്ലേ B2 വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി, A1 = I + 2j + k ആയിരിക്കും. ആൻഡ് A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I + j + k ആയിരിക്കും. ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ്. B1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് B1? B1 എന്ന് പറഞ്ഞാൽ ഇത്. A2 എന്ന് പറഞ്ഞാൽ ഇതല്ലട്ടടാ. A2 ഞാൻ ഇവിടെ എഴുതിയത് മാറിയതാ. 2i - j + 4k ഇതാണ് A2. B1 എന്ന് പറഞ്ഞാൽ ഇതാ നോക്ക്, നമ്മൾ മാർക്ക് ചെയ്തിട്ട് എഴുതിയാൽ മതി. B1 = I + j + k ആയിരിക്കും. B2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B2 = 2i + j + 2k ആയിരിക്കും. ഒക്കെ കിട്ടി. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ വരിക. ആദ്യം നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാ നോക്കുക. ആദ്യം വേണ്ടത് A2 - A1 B1 × B2. അപ്പോൾ ഞാൻ ആദ്യം A2 - A1 എടുക്കുന്നു. A2 - A1. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ കിട്ടുക? A2 A1 സബ്ട്രാക്ട് ചെയ്യണം. ശരി, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം?
ഐയുടെ മുമ്പിൽ 2, ഐയുടെ മുമ്പിൽ 1. അപ്പോൾ 2ഉം 1ഉം സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഐ ക്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് ഈ പ്ലസ് കമ്പോണന്റ് ഫോം ചെയ്തുമ്പോഴുള്ള പ്ലസ് ആണ്, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇവിടെ ജെൻ്റെ മുമ്പിൽ -1, ഇവിടെ 2. അപ്പോൾ അതാ -1 -2 എന്നാണ് കൊടുക്കുക ജെ ക്യാപ്പ്. മൈനസ് ചെയ്യല്ലേ, അതുകൊണ്ടാണ് നടുവിൽ ഈ മൈനസ് വരുന്നത്. പ്ലസ് ഈ പ്ലസ് അങ്ങനെ തന്നെ വേണം, കമ്പോണന്റ് ഫോം എഴുതുമ്പോൾ സാധാരണ എഴുതുമ്പോഴുള്ള പ്ലസ്സാണ്. ഇവിടെ 4, ഇവിടെ കെൻ്റെ മുമ്പിൽ 1 അപ്പോൾ 4 - 1 കെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 2 - 1 1 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ ക്യാപ്പ്. -1 -2 എന്ന് പറഞ്ഞാൽ -3 ആണ്. പ്ലസും മൈനസും മൈനസ് ആവുന്നത് കൊണ്ട് -3 ജെ ക്യാപ്പ്. 4 - 1 3 ആണ്, അപ്പോൾ +3 കെ ക്യാപ്പ്. റെഡി. A2 - A1 എഴുതിയല്ലോ, ബുദ്ധിമുട്ടില്ല. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ എഴുതേണ്ടതാണ് B1 × B2. നോക്ക് എങ്ങനെ ഈ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് യൂസ് ചെയ്തുകൊണ്ടാണ്, ഓർമ്മണ്ടോ? അതായത് ഫസ്റ്റ് റോയിൽ ഐ ജെ കെ കൊടുക്കും, എന്നിട്ട് രണ്ടാമത്തെ റോയിൽ B1 × B2 എഴുതുമ്പോൾ രണ്ടാമത്തെ റോയിൽ B1ന്റെ കമ്പോണൻസ്, അപ്പോൾ അതാ B1ന്റെ മുമ്പിലുള്ളത് നോക്കുക, ഐന്റെ മുമ്പിൽ 1, ഇവിടെ 1, ഇവിടെ 1, അപ്പോൾ 1 1 1. B2ന്റെ സ്കെയിലർ കമ്പോണൻസ് മൂന്നാമത്തെ റോയിൽ, അപ്പോൾ 2 1 2 2 1 2. ഇനി സിമ്പിളാ, ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഐ ക്യാപ്പ് ഇൻറ്റു പ്ലസ് മൈനസ് പ്ലസ്, അതൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? ആദ്യത്തതിന് മുമ്പ് പ്ലസ് ആയിരിക്കും, ഇതിന് നേരെയുള്ള റോയും കോളും കട്ട് ചെയ്യുക. അപ്പോൾ ഈ 4 ആൾക്കാരുടെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടാൽ മതി. അതായത് 1 × 2 2 മൈനസ് 1 × 1 1. അത് ഓർമ്മ ഉണ്ടല്ലേ? ഈ 4 ആൾക്കാരുടെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് ഇങ്ങനെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 1 × 2 2 മൈനസ് 1 × 1 1. രണ്ടാമത്തതിന് മുമ്പിൽ മൈനസ്, അപ്പോൾ മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. അപ്പോൾ 1 × 2 2 മൈനസ് 2 × 1 2, അതായത് 2 - 2 എന്ന് വരും. 2 - 2 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. അപ്പോൾ 1 × 1 1 മൈനസ് 1 × 2 2 വരും. അപ്പോൾ 1 - 2 ആയിരിക്കും ആൻസർ വരിക. സോ 2 - 1 1 അല്ലേ? അപ്പോൾ 1 × ഐ ക്യാപ്പ് തന്നെ. ആൻഡ് -2 - 2 0 മൈനസ് ജെ ക്യാപ്പ് എന്നാ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0j എന്ന് എഴുതേണ്ട ആവശ്യമില്ല ആക്ച്വലി, അത് പോട്ടെ, അത് നിങ്ങൾ പരിഗണിക്കണ്ട. 1 - 2 -1 ആണ്, -1 × k -k. റെഡി. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? B1 × B2 കിട്ടി. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളെ അടുത്ത സ്റ്റെപ്പിൽ ഇക്വേഷൻ കണ്ടെത്തുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഇതാ ഇവിടേക്ക് എഴുതുകയാണ്. D is equal to A2 - A1 dot B1 × B2 all divided by magnitude of B1 × B2. അപ്പോൾ നോക്ക്, നമുക്കിതെല്ലാം ഒന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. A2 - A1 dot B1 × B2 കണ്ടെത്തണം. അതിന് അതാണ് അടുത്ത പരിപാടി. A2 - A1 ഡോട്ട് B1 × B2 ഡോട്ട് പ്രൊഡക്റ്റാണ്. അപ്പോൾ അതാ നോക്കിക്കുക, A2 - A1 നിങ്ങൾ എഴുതിയത് എന്താ നോക്കും, I - 3j + 3k. ഇതും അതേപോലെ തന്നെ ഡോട്ട് B1 × B2 I - k, ഇതും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ്. എങ്ങനെയായിരിക്കും ആൻസർ ചെയ്ത്? ഐൻ്റെ മുമ്പിൽ 1, ഇവിടെ ഐൻ്റെ മുമ്പിൽ 1, അപ്പോൾ 1 × 1 പ്ലസ് ഇവിടെ ജെൻ്റെ മുമ്പ് -3, ഇവിടെ ജെ ഉള്ള ടേം ഇല്ല, അതായത് 0 ആണെന്ന് അർത്ഥം. അപ്പോൾ -3 × 0 പ്ലസ് ഇവിടെ കെൻ്റെ മുമ്പിൽ 3, അവിടെ കെൻ്റെ മുമ്പിൽ -1, 3 × -1. സോ ആൻസർ ഇത് 1 വരും, ഇത് -3 വരും അല്ലേ? 1 + -3 പ്ലസ് -3 1 - 3 = -2. -2 ആണ് നിങ്ങളുടെ A2 - A1 ഡോട്ട് B1 × B2. അടുത്തതടാ, അടുത്തത് വേണ്ടത് B1 × B2ൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. B1 × B2 എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ അല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഐൻ്റെ മുമ്പിലുള്ളത് 1 1ൻ്റെ സ്ക്വയർ, കെൻ്റെ മുമ്പിലുള്ളത് -1 -1ൻ്റെ സ്ക്വയർ. സിമ്പിൾ അല്ലേ? 1 + -1ൻ്റെ സ്ക്വയറും 1. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? √2. ഈ രണ്ട് കാര്യങ്ങളും കിട്ടി. ഇനി എന്ത് ഈസി ആയിട്ട് ഇതിലേക്ക് എഴുതിയാൽ പോരെ? A2 - A1 ഡോട്ട് B1 × B2 എന്ന് പറഞ്ഞാൽ -2 ബൈ B1 × B2 എന്ന് പറഞ്ഞാൽ √2. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു മോഡുലസ് ഇട്ട് കൊടുക്കണമെന്ന്. അതെന്തിനാ? നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവ് ആക്കാൻ, മോഡ് എടുത്താൽ പോസിറ്റീവ്. അപ്പോൾ 2/√2 ആണ് നമ്മുടെ ആൻസർ. 2/√2 യൂണിറ്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. 2നെ വേണേൽ √2 × √2 എന്ന് എഴുതാം. താഴേന്ന് മുകളിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്താൽ √2 ആണ് ഫൈനൽ ആൻസർ വരിക. ഈസി, സിമ്പിളാണ്, കഴിഞ്ഞു. എന്നിതാ ഇത് വെച്ച് അങ്ങനെ ചോദ്യങ്ങളൊന്നും ഉണ്ടാകാറില്ല, എന്നാൽ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ്. 2 പാരലൽ ലൈൻസ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ വരുന്ന ഈ ഒരു നമ്പർ സെയിം ആയിരിക്കും, ബി വെക്റ്റർ സെയിം ആയിരിക്കും. അപ്പോൾ R = A1 + λb യും R = A2 + μb. അതെന്താ?
ഈ രണ്ട് വെക്ടേഴ്സും സെയിം ആണെങ്കിൽ ആ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നോക്കിക്കോ. A2 മൈനസ് A1, A2 A1 ഉണ്ടാവും, അത് രണ്ടും മൈനസ് ചെയ്യുക. ക്രോസ് അതിനെ ബി, ഇത് രണ്ടും സെയിം അല്ലേ, ബിയു ആയിട്ട് ക്രോസ് ചെയ്യുക. കിട്ടുന്ന ആൻസറിൻ്റെ മോഡല്ല, ഇതൊരു വെക്റ്റർ ആയിരിക്കും, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയു എടുക്കുക, ഡിവൈഡ് ചെയ്യുക. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ വെക്റ്ററും 2i + 3j + 6k ഇത് രണ്ടും സെയിം ആണ്, ഇത് ബി വെക്റ്ററാണ്. അപ്പോൾ ആദ്യമുള്ളത് ഇത് A1ഉം ഇത് A2ഉമാണ്. അപ്പോൾ A1 A2 B. സോ A2 മൈനസ് A1 ക്രോസ് B ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണേ. അങ്ങനെയാണെങ്കിൽ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് 3 ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ